സംസ്ഥാനത്ത് ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ 92 കേന്ദ്രങ്ങളിൽ സപ്ലൈകോ ഓണച്ചന്തയൊരുക്കും. സെപ്റ്റംബർ 5 മുതലാകും ഓണച്ചന്തകൾ പ്രവർത്തിച്ചു തുടങ്ങുക. ഉത്രാടദിനം വരെ ഓണച്ചന്തകൾ പ്രവർത്തിക്കും. നിത്യോപയോഗ സാധനങ്ങളുടെയും പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെയും വില നിയന്ത്രിക്കാൻ ശക്തമായ നടപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും പരിശോധനകൾ ശക്തമാക്കാൻ ഭക്ഷ്യമന്ത്രി GR അനിൽ നിർദ്ദേശം നൽകി. വില നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് ഓണക്കാലത്ത് പ്രത്യേക പരിശോധന നടത്തുന്നതിന് ജില്ലകളിൽ ഭക്ഷ്യവകുപ്പ്, റവന്യൂ, പോലീസ്, ലീഗൽ മെട്രോളജി, ഭക്ഷ്യസുരക്ഷ എന്നീ വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ സംയുക്ത സ്ക്വാഡുകൾ പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസങ്ങളിലായി രാജ്യത്ത് വിലവർദ്ധനവ് പ്രകടമാണ്. കേരളത്തിലും ഇതിന്റെ പ്രതിഫലനം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ മാസം മുതൽ അരി, വെളിച്ചെണ്ണ, ചെറുപയർ, കടല, തുവര, മുളക് എന്നിവയുടെ വിലയിൽ കുറവ് വന്നിട്ടുണ്ട്. പഴം, പച്ചക്കറികൾ, കോഴിയിറച്ചി എന്നീ ഉൽപ്പന്നങ്ങൾക്കും ഓഗസ്റ്റ് മാസത്തിൽ വിലക്കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ച വിലക്കയറ്റം സംബന്ധിച്ച കണക്ക് പ്രകാരം ഉൽപാദക സംസ്ഥാനത്തേക്കാൾ താഴെയാണ് കേരളത്തിന്റെ വിലക്കയറ്റ നിരക്ക്. ജില്ലകളിൽ മൊത്ത വ്യാപാരികളുടെ യോഗം വിളിച്ചുകൂട്ടുകയും നിലവാരം വിശകലനം ചെയ്യുകയും ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ജില്ലാ, താലൂക്ക് സപ്ലൈ ഓഫീസർമാർ, ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥർ എന്നിവരുമായി ചർച്ചയും നടത്തുന്നുണ്ട്. വില നിലവാരം പ്രദർശിപ്പിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഓണത്തിന് ജില്ലകളിൽ ഭക്ഷ്യവകുപ്പ്, റവന്യൂ, പോലീസ്, ലീഗൽ മെട്രോളജി, ഭക്ഷ്യസുരക്ഷ എന്നീ വകുപ്പുകൾ സംയുക്തമായാണ് പരിശോധന നടത്തുക.